നമ്മള് ബ്രെഡ് ഓംലെറ്റ് ആണ് ഉണ്ടാക്കാൻ പോണത്. ബ്രെഡ്, പാല് ഇത്രയും വേണം കേട്ടോ സാധനങ്ങള്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. പാലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഈ 2 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ആയുധം വെച്ചൊരു കളിയാണ്, സൂക്ഷിച്ച് പൊട്ടിക്കണേ. നമ്മൾ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര ഇടാനേ. നമുക്ക് അതിലേക്ക് വാനില എസൻസ് ഒഴിച്ചെടുക്കുകയാണേ. ഇല്ലെങ്കിൽ ഏലക്ക പൊടിച്ച് ഇട്ടാൽ മതി. നല്ലോണം ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു ബീറ്റർ വെച്ച് ഇളക്കിയെടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് എള്ളിട്ടൊടുക്കി. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എള്ളും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുക്കേ. നല്ലോണം ഇളക്കണേ. ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ബ്രെഡ് മുക്കിയിട്ട് അതിലേക്ക് വെച്ചെടുക്കുകയാണേ. സ്കൂളില്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനത്തെ പരിപാടികളാണ് ചെയ്തിട്ടുള്ളത്. ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് മുക്കിയിട്ട് അപ്പോൾ നമ്മൾ ചട്ടി ചൂടായി വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരും മഴയായതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങരുത് കേട്ടോ. സ്കൂളിന് അവധി വന്നുകൊണ്ട് മഴയായതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ തന്നെ സേഫ് ആയിട്ടിരിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രെഡ് മുക്കിയിട്ട് അതിലേക്ക് വെച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ട് ബ്രെഡ് വെക്കാം കേട്ടോ. നെയ്യോ ബട്ടറോ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ നെയ്യ് ഇടയ്ക്കൂടെ കൊട്ടേക്കണില്ലേ എൻ്റെ അനിയല്ലേ. ചെണ്ട കൊട്ടി പാത്രത്തിൽ താളം പിടിക്കുക. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞ് ഓരോ ബ്രെഡ് മുട്ടയിൽ മുക്കി ചട്ടിയിൽ വയ്ക്കുക. സൂക്ഷിച്ച് നോക്കി ചട്ടിയിൽ വയ്ക്കുക. നല്ല ചൂടാണ്. ഗ്യാസൊക്കെ അമ്മനോട് കത്തിച്ച് തരാൻ പറയുക. കൈ പൊളിക്കഴിഞ്ഞാൽ എന്നെ കുറ്റം പറയരുത്. സൈഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് വെക്കാം. നോക്കി മറിച്ചിടുക. ഇതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം. ബാക്കിയുള്ള ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബ്രെഡും ഇതേപോലെ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കൂടി ചുട്ടെടുക്കാം കേട്ടോ. നമുക്ക് പാൽ ചായയും കൂടി ഉണ്ടാക്കാം. 2 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവുമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഇനി അടുപ്പത്ത് വെച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ ചായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഉണ്ട ചായപ്പൊടി ആട്ടോ നമ്മൾ വാങ്ങിയിട്ട്. ഉണ്ട ചായപ്പൊടിയാണ്. നല്ല കടുപ്പുണ്ട് കേട്ടോ ഈ ചായപ്പൊടി. നല്ല ചായപ്പൊടിയാണേ. തിളച്ച് നല്ല കടുപ്പം വരുന്നുണ്ട്. നമ്മളിത് നല്ല പോലെ അരച്ച് കൊടുക്കണേ.
നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് കടുപ്പത്തിലാണ് ചായ എടുക്കുന്നത്. പോലെ തിളച്ചിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. നമുക്കിത് അരിച്ചെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ചൂടാണ്, നോക്കി അരിച്ചെടുക്കുക. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് ഇളക്കുക. എൻ്റെ ഗ്ലാസ്സാണിത്, എനിക്ക് സമ്മാനം കിട്ടിയ ഗ്ലാസ്സാണ്. അതിലേക്ക് ഊറ്റിയെടുക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഞാൻ ചായ കുടിക്കല് എൻ്റെ സമ്മാനം കിട്ടിയ കപ്പിലാട്ടോ ചായ കുടിക്കല്. നിങ്ങൾ സമ്മാനം കിട്ടിയ കപ്പിലാണ് ചായ കുടിക്കണമെന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് സ്ഥിരം കൊടുക്കുന്ന കപ്പുകളുണ്ടോ? നമുക്കിത് തിന്നോക്കാം. സൂപ്പറായിരിക്കും കേട്ടോ. അവനും ഇഷ്ടമായി, നിങ്ങളും ഉണ്ടാക്കി നോക്ക്.